ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം അംഗത്തിന് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം വൈകാതെ വരികയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPIM കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പുള്ള 24 ബ്രേക്ക് തന്നെയായിരുന്നു. CPIM ടേം വ്യവസ്ഥയിലേക്ക് പോകുന്നു. 2 ടേം MLA-മാർക്കും 1 ടേം മന്ത്രിമാർക്കും എന്നുള്ളത്. എന്നാൽ അത് മാറ്റാൻ വേണ്ടിയുള്ള ആലോചന CPIM-ൽ തുടങ്ങി എന്നുള്ളതാണ്. അതായത് വിജയസാധ്യത കണക്കിലെടുക്കണം, അതുകൊണ്ട് ടേം വ്യവസ്ഥയിൽ മാത്രം മുറുകെ പിടിക്കരുത് എന്നുള്ളതാണ് CPIM-നകത്ത് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ടേം വ്യവസ്ഥകൾ ഒഴിവാക്കാൻ, അതായത് ഒരു ടേം കർക്കശമായി നടപ്പിലാക്കുന്നു എന്ന ഫീൽ വരരുത്. മാത്രവുമല്ല, ടേം വ്യവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് ഇളവ് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ഭരണ തുടർച്ച എന്നുള്ളതാണ് CPIM-ന്റെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി, ആ തിരിച്ചടിക്ക് മറികടന്നുകൊണ്ടുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്, രാഷ്ട്രീയ നീക്കത്തിലാണ് CPIM. അതിന് വിവിധ ജില്ലാ കമ്മിറ്റികൾ ചേർന്നു. അതിനുശേഷം ബ്രാഞ്ച് സെക്രട്ടറി തലത്തിലേക്കുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് CPIM ഇന്നു മുതൽ കടക്കുകയാണ്. അതായത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിവിധ ജില്ലാ കമ്മിറ്റികൾ ഇന്നലെയോടുകൂടി പൂർത്തിയാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. മിക്കവാറും ജില്ലാ കമ്മിറ്റികൾ ഇന്നലെയോടെ പൂർത്തിയായി. ഇന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ മുകളിലോട്ടുള്ളവർക്ക് ഏരിയ തലത്തിലുള്ള റിപ്പോർട്ടിംഗ് നടക്കുകയാണ് പലയിടങ്ങളിലും. ഇത് കഴിഞ്ഞായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ വീണ്ടുമുള്ള കമ്മിറ്റി ആലോചനയിലേക്ക് കടക്കുന്നത്. ആ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN, KK ശൈലജ, വീണ ജോർജ് തുടങ്ങിയവർ ഇവരെല്ലാം തന്നെ 2 ടേം പൂർത്തിയാക്കിയവരാണ്. ഇവർക്കെല്ലാം തന്നെ 3-ാം ടേം നൽകണം എന്നുള്ള ചർച്ചകൾ CPIM-നകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. KK ശൈലജ മട്ടന്നൂരിൽ വീണ്ടും മത്സരിക്കും, അതുപോലെ വീണ ജോർജ് പത്തനംതിട്ടയിൽ വീണ്ടും മത്സരിക്കും. ആ രീതിയിൽ ഉള്ള ചർച്ചകളിലേക്ക് CPIM കടന്നു. മറ്റൊന്ന്, ഇടതുമുന്നണി കൺവീനർ പേരാമ്പ്ര MLA ആയ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിക്കണം എന്നുള്ള നിലയിലും ചർച്ച. അതായത് മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ മണ്ഡലത്തിന് പരിചിതരായ വിജയസാധ്യതയുള്ള നേതാക്കളെ ഇറക്കുക, മത്സരിച്ച് 3-ാം ടേമിലേക്ക് പിണറായി സർക്കാർ പോവുക, ഇടതുമുന്നണി സർക്കാർ പോവുക എന്നതാണ് CPIM-ന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥ, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴായിരുന്നു ടേം വ്യവസ്ഥ നടപ്പാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ AK ബാലൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തും പുറത്തുപോകേണ്ടി വന്നു, തോമസ് ഐസക് പുറത്തുപോകേണ്ടി വന്നു. അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. അത് മന്ത്രിസഭയിലും അതുപോലെ നിയമസഭയിലെ ഫ്ലോർ മാനേജ്മെന്റിലുമെല്ലാം അത്തരത്തിൽ പരിണിത പ്രജ്ഞർ വേണമെന്ന ചർച്ചയുണ്ട്. SKN ആ ഘട്ടത്തിലാണ് CPM ടേം വ്യവസ്ഥ എന്നത് പുനരാലോചിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്.